അങ്ങോട്ട് നിറയെ വയലറ്റ് പൂ നിൽക്കുന്നുണ്ട്. എനിക്ക് നിറയെ കിട്ടി. ഇപ്പം നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം കേട്ടോ. പെട്ടെന്ന് പോകണം. ഇവിടെയാണെങ്കിൽ ഇവിടെ കുറേ നിൽക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ക്യാമറയിൽ ചിലപ്പം കാണാൻ പറ്റില്ല. ഇപ്പോൾ പറിക്കാം. അങ്ങനെ നമുക്ക് കിട്ടി. കാറ്റടിച്ചു. ഇപ്പോൾ എല്ലാം പറന്നു പോകായിരുന്നു. പിന്നെ ഇന്നൊരു സ്പെഷ്യൽ ഡേ കൂടിയാണ്. ഇന്നെൻ്റെ സിസ്റ്റർ, എൻ്റെ അനിയത്തിയുടെ ബർത്ത്ഡേ ആണ്. എല്ലാവരും വിഷ് ചെയ്യണം കേട്ടോ. ഇവിടെ നമുക്ക് ഇത്രയും പൂക്കൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിറയെ നിൽക്കുന്നുണ്ട്. ഇതും കൂടെ ഒന്ന് പറിച്ചെടുക്കാം. എൻ്റെ കണ്ണിൽ വീണ്ടും വേറൊരു പൂ പൂത്തു. പൂ എൻ്റെ കണ്ണിലൊന്നും പൂത്തില്ല. അപ്പോൾ നമുക്ക് 2 കോവക്കയുടെ പൂ കിട്ടിയിട്ടുണ്ട്. നടുക്ക് വയ്ക്കാൻ ഞാൻ മറ്റേ പൂവ് പറിച്ചെങ്കിലും എനിക്കൊരു തൃപ്തിയില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു നല്ല വലുതായിട്ടൊരു പൂ വയ്ക്കാമെന്ന്. അങ്ങനെ പാഷൻ ഫ്രൂട്ടിൻ്റെ ഇടയിൽ കൂടെ തപ്പയാണ്. എപ്പോഴും വലിയ പൂ നോക്കിയാൽ എൻ്റെ വീട്ടിൽ പാഷൻ ഫ്രൂട്ടിൻ്റെ പൂവേ കാണത്തുള്ളൂ. മല പോലെ പാഷൻ ഫ്രൂട്ട് വള്ളി പടർന്നിരിക്കുന്നു. ഒരു പൂ പോലും എനിക്ക് വേണ്ടി ഇതുങ്ങൾ കാത്തു വെച്ചിട്ടില്ല. വരുമ്പോൾ എല്ലാ പൂക്കളും അങ്ങനെ അണച്ചങ്ങ് വെച്ചിരിക്കും കേട്ടോ. കള്ളൻ പാഷൻ ഫ്രൂട്ട്. ഞാൻ വന്നപ്പോൾ എല്ലാം അങ്ങ് അണച്ചു പിടിച്ചു. എന്തുവാ അതിൻ്റെ അകത്തിൽ നിന്ന് എന്തൊരു കാ കിട്ടി കേട്ടോ. ഇതെന്തുവാന്ന് മനസ്സിലാവുന്നില്ല. ഇനി പാഷൻ ഫ്രൂട്ട് വല്ലതും ആണോ എന്നാ അമ്മയുടെ പൂരം. ഇതാ നമുക്ക് വേണ്ടി ഒരു പൂ നമുക്ക് വേണ്ടി കാത്തു വെച്ചിരിക്കുന്നു ഗായ്സ്. ഒരു മഞ്ഞ കളർ ചേലുള്ള പൂ നമുക്ക് വേണ്ടി കാത്തു വെച്ചിരിക്കുന്നു. ഇത് നമുക്ക് പോയി കൂടയിലേക്ക് ഇടാം. കൂടെ എവിടെ മറന്നു വെച്ചിട്ടു. അങ്ങനെ കൂടയിലേക്ക് ഇട്ടു. അപ്പോഴേ ഇപ്പം തന്നെ നമ്മുടെ കൂടെ ഒരു വർണ്ണശബളമായി നിൽക്കുന്നു. ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് തൊട്ടാവാടിയുടെ ഇലയില്ലേ, തൊട്ടാൽ തന്നെ അണഞ്ഞു പോകുന്ന ആ ഒരു പൂ ഇടാൻ വെക്കാം. ആ പൂ നല്ല ഭംഗിയാണ്. പക്ഷെ മഴ വന്നുകൊണ്ട് എല്ലാം കൂടെ ചുളുങ്ങി കിടക്കുന്നുണ്ടാവും. ഇത് നമ്മൾ നേരത്തെ ഇട്ട പൂക്കളാണ്. എല്ലാം ചുക്കി ചുളുങ്ങി വാടി